നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവമേ, സത്യം തന്നെ കിട്ടണേ. ഇതൊരേ സമയത്ത് ഹലോ ഹലോ, ആരാ ഇത്? ഹലോ, ആരാ വിളിക്കുന്നത്? പ്രതിഫലത്തിന്റെ കാര്യം എനിക്ക് കത്തിമോളെ. ഇനി നീ തുക കൂടി പറഞ്ഞാ മതി, എന്നിട്ട് ഞാൻ പറയാം എനിക്കത് കേൾക്കണോ വേണ്ടയോന്ന്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഞാൻ പറയുന്ന വിവരങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ പകിട്ടുള്ളതാ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെറും 10 ലക്ഷം മാത്രം. നീയേ വേറെ ആളെ നോക്ക്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ തിരക്കിട്ട പണിക്ക് തവിടും പിണ്ണാക്കും വിതറാൻ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ഉപയോഗിച്ചാലോ? വിഷ്ണുവിനെയും ശാലിനിയെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരു ആയുധം. അതൊന്ന് തൊടുത്താ മാത്രം മതി, എല്ലാത്തിന്റെയും നെഞ്ചു തുളച്ച് കടന്നു പോകുന്ന ബ്രഹ്മാസ്ത്ര. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്താ നോക്കുന്നോ? സമ്മതം, ബാക്കിയെല്ലാം നേരിൽ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ചാരിത്രവതിയായ ഒരു സ്ത്രീ. സത്യമേ, എന്താടി നൊന്താ നിനക്ക്? എങ്കിൽ പറയടി, നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന സത്യ ആരാണെന്ന്. ശാലിനിയോടുള്ള അമ്മയുടെ അകൽച്ചയുടെ പ്രധാന കാരണം അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാലിനിക്ക് കഴിയാത്തതാ. സത്യയെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോഴും ശാലിനി വ്യക്തമായൊരു ഉത്തരം നൽകുന്നില്ല. ഈ വീട്ടിലെ കുട്ടിയാ സത്യാമ്മയുടെ കൊച്ചുമോള്. ഒരേ രക്തം. യഥാർത്ഥ സത്യം ആർക്കോ വേണ്ടി ശാലിനി മറച്ചു പിടിക്കുക. ശാലിനി പറയും പോലെ സത്യ ഈ വീട്ടിലെ ചോരയിൽ പിറന്ന കുട്ടിയാണെങ്കിൽ സത്യ എന്റെ മകൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവള് ശാലിനിയുടെ മകളായിരിക്കില്ല. എന്തായാലും കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ശാലിനി അത് സമ്മതിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല? അതറിയണം. എന്താണ് ശാലിനി ഒളിക്കുന്ന രഹസ്യം എന്നാ? വിഷ്ണു അച്ഛൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുവാണല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്ന. ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. പറഞ്ഞ ഒരു സമ്മാനമുണ്ട്. ചേച്ചിയമ്മ. നീയാള് കൊള്ളല്ലോ. ആ, ഇനി സമ്മാനം എന്താ? ഇപ്പൊ തന്നത് തന്നെ സമ്മാനം. വിഷ്ണു അച്ഛന്റെ ചക്കരമുത്തിന് നല്ല 1.5 ചക്കര ഉമ്മ. ഇനിയപ്പ ചോദിക്കാലോ, എന്താ ഇത്ര ആലോചിക്കുന്നേ? ചുമ്മാ പറയുന്നേ. ചേച്ചിയമ്മയെ കുറിച്ച് മാത്രമല്ല വിഷ്ണു അച്ഛൻ ചിന്തിച്ച്, സത്യയെ കുറിച്ചും ചിന്തിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണല്ലേ? നാള് കൊണ്ടും വരാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടും വരാം. നാള് കൊണ്ട് അതേ ബർത്ത്ഡേ നമ്മൾ ആഘോഷമാണല്ലോ. അപ്പൊ ഇനി ഡേറ്റ് കൊണ്ട് ഒരേ ദിവസമാണെന്നറിയാൻ എന്താ ഒരു വഴി? അതറിയണമെങ്കിൽ ചേച്ചിയമ്മയോട് ചോദിച്ചാ പോരെ. നാളെ വിഷ്ണുച്ച സ്കൂളിലോട്ട് വാ. സത്യയെ കൊണ്ടാക്കാൻ എന്തായാലും ചേച്ചിയമ്മ വരും. അപ്പ ചോദിക്കാലോ. അത് ശരിയാണല്ലോ. അപ്പൊ നാളെ വിഷ്ണുച്ചൻ ആ വഴിക്ക് വരാൻ പറ്റുമോ നോക്കാം. വന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്തേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അമ്മ വിളിക്കുന്നു, ഹോംവർക്ക് ചെയ്യാനാ. അത് ചെയ്യുന്നവരെ ഒരു സ്വൈര്യവും തരില്ല. വരുന്നു, ഞാൻ എഴുതിയിട്ട് വരാട്ടോ. സ്കൂളിൽ സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും.
അതിന്റെ കോപ്പി എടുത്താലും അമ്മയെ ബോധ്യപ്പെടുത്താവുന്നതാണ്. അല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഡേറ്റ് അറിയുന്ന നാളെ വരെ കാത്തിരിക്കുന്ന എന്തിനാ? സത്യ വിളിച്ച് ചോദിച്ചാ പോരെ? ജനിച്ച തീയതിയൊക്കെ സത്യക്ക് അറിയാൻ പറ്റും. എന്തായാലും സത്യം ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോൾ ഏക വഴി ശാലിനിയുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് സത്യം ആവശ്യപ്പെടുന്ന. പക്ഷെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല, കാരണങ്ങൾ പറയേണ്ടി വരും. പിന്നെയുള്ള വഴി വളഞ്ഞ വഴിയാ. ശബ്ദവും മാറ്റണം, നമ്പറും മാറ്റണം. അതിനിപ്പോൾ എന്താ ഒരു മാർഗം? ലൈൻ ഫോണിലേക്ക് വിളിച്ചൂടെ? അതാവുമ്പോൾ നമ്പർ തെളിയുള്ള സംവിധാനം അവിടെ ഇല്ലല്ലോ. സത്യം എടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. വെറുതെ ശബ്ദം മാറ്റി സംസാരിച്ച് സംശയത്തിന് ഇട കൊടുക്കണ്ട. ദൈവമേ, സത്യത്തിന് കിട്ടണേ. ഇതൊരേ സമയത്ത് ഹലോ ഹലോ, ആരാ ഇത്? ഹലോ, ആരാ വിളിക്കുന്നത്? കട്ടായല്ലോ. നമ്പരും അറിയാൻ വഴിയില്ല. എടുക്കണത് ശാലിയ. സത്യമോളെ കിട്ടപ്പോ എന്താ വഴി? ഇനിയിപ്പോ പഠിക്കായിരിക്കോ? ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് വിളിച്ചു നോക്കാം. ദൈവമേ, സത്യമായിരിക്കണേ. ഒറ്റ പ്രാവശ്യം കൂടി. ഹലോ ഹലോ, ഇത് ആരാണ്? ഹലോ, ഇതാരോ മനഃപൂർവ്വം വിളിക്കുന്നത്. അതാരാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.